തുറക്കാനായി ഗൈസ്. ഇനി എനിക്ക് സ്കൂൾ തുറക്കാൻ ആകെ 5 ദിവസം കൂടി ബാക്കിയുള്ളൂ. 11-ാം തീയതി ആയിട്ടോ ദിയേവിന് ക്ലാസ് തുടങ്ങണത്. എത്രാം തീയതി? 5 തോന്നുന്നു. 5-ാം തീയതിയാണ് ജൂൺ. ലാസ്റ്റ് ടൈം ടൂർ പോവാന്ന് വിചാരിച്ചു. ചെറിയൊരു ട്രിപ്പ് നമ്മളവിടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ്, കക്കാടം പോയി. ഇപ്രാവശ്യം ഞങ്ങൾ പോണത് എല്ലാവരും ഉണ്ട് ഗൈസ്. നമ്മളെ അഭിമാമൻ ആൻഡ് ടീംസ്, അഭിമാമൻ, മാമി, ആദിമോൻ, കുഞ്ഞാവ, പിന്നെ അർജുമാമൻ, ജോബൻ, പ്രിൻസിയാൻഡി, ഞാനും, അമ്മ, ദിയമ്മോട്, പപ്പ, ഇത്രയും പേരാണ് ഗൈസ് പോണത്. അടുത്തത് നായകന്റെ വരവാണ്. മഴയാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചു മഴ ഉണ്ടാവില്ല, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ നല്ല മഴയായിരുന്നു. അപ്പം യാദവ് മോൻ ഉറങ്ങി. ഞങ്ങൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ കുണ്ടും കുഴിയുള്ള റോഡാണ്. ഓഫ് റോഡ്, ചെറിയ റോഡുണ്ട്. പിന്നെ കോടമഞ്ഞ നമ്മളെ സ്ഥലത്തില്ല, അപ്പുറത്ത് മതിലുണ്ട്. ഗായ്സ്, ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലേക്ക് കടക്കാൻ പോവാണ്. റോഡ് കണ്ടാൽ അറിയാം കോഴിക്കോട് ജില്ലയാണ്. നല്ല അടിപൊളി റോഡ്. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി പോയിട്ട് പൊളി റോഡ് കഴിഞ്ഞ് അടിപൊളി. എന്റെ പേര് ഇന്നത്തെ വീഡിയോ ട്രിപ്പ്. അപ്പൊ നമുക്ക് വീഡിയോക്ക് പോകാം. അമ്മിലി കുത്തിച്ചിരിക്കുന്നുണ്ട്. അമ്മിലി നമ്മളങ്ങനെ റിസോർട്ടിലെത്തി. തണുപ്പുണ്ട്, മഴ പെയ്തുകൊണ്ട് ഒരു മഴക്കോളും ഉണ്ട്, പിന്നെ കാറ്റുണ്ട്, വ്യൂ ആയിട്ട് മലയുണ്ട്. ഉള്ളിലേക്ക് പോയാലും പിന്നെ അവിടെ ഒരു വ്യൂ ഉണ്ട്. സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷം. കൊള്ളാലോ. കറക്റ്റ് നമ്മൾ 3:20 ആയപ്പോ ഇവിടെ എത്തി. ഞങ്ങള് വീട്ടിൽ നിന്ന് 1:45 ഇറങ്ങിയേ. 1:45. ഇത് റെസ്റ്റോറന്റ് ആണോ? പാർക്ക് ഉണ്ട് കേട്ടോ, കുട്ടികൾക്ക് കളിക്കാൻ പാർക്ക്. ഇങ്ങോട്ടൊക്കെ ഊഞ്ഞാലൊക്കെ നോക്കുതിയാ. സ്ലൈഡ് ഉണ്ട്. പൂളാണോ വേണ്ടേ? എവിടെ പൂള്? എവിടെ? ആ കണ്ട് 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 നല്ല അടിപൊളിയില്ലേ? അതെ, വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട്. പാർക്കിന് പാർക്കുണ്ട്, പൂളിന് പൂളുണ്ട്. തെന്നി വിടല്ലേ, പുല്ല് തെന്നി കിടക്കായിരിക്കും കേട്ടോ. ഗായ്സ്, ഇതാണ് പൂള്. അടിപൊളി. നല്ലൊരു സ്ഥലത്ത് തന്നെ ഞങ്ങക്ക് റിസോർട്ട് കിട്ടി ഗായ്സ്. അമ്മ ദാ ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ലൊരു സ്ഥലം കേട്ടോ, നല്ല ഗാർഡൻ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഗായ്സ്, വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, നമുക്ക് വെൽക്കം ഡ്രിങ്ക് കുടിക്കാം. ഷെഫിനെന്താ എമർജൻസി ആയിട്ട് പോയി നമ്പർ വന്നിട്ടുണ്ട്. താഴത്തെ ഒരു റെസ്റ്റോറൻറ്റിന്റെ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഒരു സാധനം ഇവിടെ എത്തിച്ചു തരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും. ഞങ്ങൾ റൂമിലേക്ക് പോവാട്ടോ. ഞങ്ങളെ റൂമാണ് ആ കാണുന്നത്. ദേവവും തീയൊക്കെ പോകുന്നത്. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. ഇവിടെയാണ് കേട്ടോ നമ്മൾ താമസിക്കണേ. ഇൻഫിനിറ്റി പൂളാണ് അവിടെ, നോർമൽ പൂള്. അപ്പോൾ എല്ലാ റൂമിലത്തെ ആൾക്കാർക്കും കോമൺ ആയിട്ടുള്ള പൂളാണ്. അപ്പോൾ അവരോട് പറഞ്ഞു കുറച്ച് നേരത്തെ ഇറങ്ങിക്കോന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ റൂം. ഇതാണ് നമ്മളെ ബാൽക്കണി. റെഡി 1 2 3 ആ
ഇവിടുന്ന് കൊറേ ഫോട്ടോ എടുക്കും. ഞങ്ങൾ ചാടി പറഞ്ഞു. ആണോ? ഇങ്ങനൊരു നല്ലൊരു റിസോർട്ട് നമ്മളിവിടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിച്ചില്ല. പിന്നെ നല്ല വ്യൂ ആണ്, എല്ലാം അടിപൊളി, എല്ലാം വൈബിനനുസരിച്ച് കിട്ടി. ഉണ്ടല്ലേ പൂളിന്റെ വ്യൂ ഇല്ലല്ല. ഞാൻ ട്രിപ്പിൽ പോയേക്കാണ് ഏറ്റവും വലിയ റിസോർട്ട് ഇതാണ് കേട്ടോ ഗൈസ്. വലുതല്ല, നല്ലത്, നല്ല ഭംഗിയുള്ളത്. അമ്പാടി ആ കണ്ട, ഇത് താഴെ പോട്ടോ. ഇഷ്ടപ്പെട്ടില്ല കുഞ്ഞിനെ പോണം. അമ്മി പോണോ? എന്നിട്ട് പൂള് പുതിയ പൂളാണ്. പോണേ ഇറങ്ങിക്കോ, ആരും ഇറങ്ങിയിട്ടില്ല അതുവരെ. ആണോ? ഫസ്റ്റ് ടൈം നമ്മളാണ് ഇറങ്ങണേ ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ പൂളില് ഇറങ്ങാൻ നിക്കാണ്. അപ്പൊ എല്ലാരും ഡ്രസ്സ് മാറാൻ നിക്കാണ് ഗൈസ്. എന്തായാലും ഭയങ്കര ഇഷ്ടമായി ഈ റിസോർട്ട്. അപ്പൊ എല്ലാരും ഇപ്പൊ പൂളിലിറങ്ങാൻ എക്സൈറ്റഡ് ആയിട്ടിരിക്കാണ്. ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് അർജന്റീന, മെസ്സി. നമ്മൾ മെസ്സിയാണ് ഗൈസ്. ആദ്യമാണ് ബ്രസീല, പിന്നെ കാർന്ന് ബ്രസീൽ എന്ന് പറഞ്ഞു. അങ്ങാണ് അമ്മേനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. അമ്മ ഇതുവരെ വന്നിട്ടില്ല. ആദ്യമോനും ദിയമോളും നീന്താൻ തുടങ്ങി. വെക്കാൻ സ്ഥലല്ല, തണുപ്പുണ്ടോ? വേണ്ട വേണ്ട വേണ്ട, ദിയമോൾ അവിടെ നിന്നാ മതി. അല്ല നിങ്ങളെ എയറിൽ നിൽക്കാൻ മാരിണ്ട്. രണ്ടാളും ഒരുമിച്ച് നീന്തിക്കേ, കാണട്ടെ. എനിക്ക് അറിയില്ലേ? മറന്നോ? എന്താ തണുക്കുണ്ടോ? ഫ്രണ്ട്സിന് പുതിയ പൂളാണ്, ഇവിടെ ആരും ഇറങ്ങിയിട്ടില്ല പോലും. നമ്മളാണ് ഫസ്റ്റ് ഇറങ്ങുന്നത്. അതുകൊണ്ട് നമ്മളെ ഫസ്റ്റ് തന്നെ ഇറങ്ങിയിട്ട് ആദ്യമൊക്കെ സ്ഥാപിച്ചു. ഇനി വേറൊരു ഫാമിലിക്ക് ഇത് ചെയ്യാൻ പറ്റൂല. തന്നെ എടുത്തിട്ടോ. കുറച്ച് ചോറുണ്ണാത്തതിന്റെ പകരം 2 പഴംപൊരി, 2 പരിപ്പുവട, എന്തൊക്കെയാ കുത്തി കേട്ടിട്ടെന്ന് അറിയോ? കാട്ട്. അർജോ, നീ ഫോണ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടോ? അമ്മയെ അർജു മാമ വെള്ളത്തിൽ മുക്കി ഫോണ്. നല്ല ക്ലിയർ അല്ലേ? ഇതിലുണ്ട്. ദിയമോളോട് ഇപ്പുറത്തേക്ക് വരരുത് അമ്മ പറഞ്ഞിരുന്നു. ചേട്ടയോട് ഇങ്ങോട്ട് വരും കേട്ടോ. നീന്താൻ പോവാണ്. അവരവിടെ വെള്ളത്തിൽ ഫ്രണ്ട്സ് ഇവിടെ റീൽ എടുത്തോണ്ടിരിക്കുക കേട്ടോ.
ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ എല്ലാവരും പൂളിൽ നിന്ന് ഇറങ്ങി ഒരു 2 മണിക്കൂറോളം ഞങ്ങൾ പൂളിലിരുന്നു. 2-3 മണിക്കൂറോളം റീലൊക്കെ എടുത്ത് സെറ്റായി. ഇനി ഞങ്ങൾ അയ്യോ കാറ്റ് കയറിക്കോളുവാ. മത്തി കയറി, മത്തി ഇങ്ങോട്ട് കയറി പോരും. മത്തി വാ, തവളാച്ചി വാ. സ്വിമ്മിംഗ് പൂളിലെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാരും റൂമിലെത്തി. മോള് ഇതാ പാർക്കിൽ കളിച്ചോണ്ടിരിക്കട്ടോ. ആദ്യമൊക്കെ ഇതാ പാർക്കിൽ കളിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി ഇനി പാർക്കിലേക്ക് പോവാണ്. നമുക്ക് പാർക്കിലേക്ക് പോവാം. ഇവിടെ അടുത്ത് തന്നെ കേട്ടോ, സ്റ്റെപ്പ് ഇറങ്ങിയാൽ മതി പാർക്കാം. ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടുത്തെ നൈറ്റ് ആവുന്നതിന് മുമ്പുള്ള വ്യൂ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി കഴിഞ്ഞ വ്യൂ ഒന്നും കാണാൻ കിട്ടില്ല. അങ്ങനെ മലനിരകളിൽ ഇടയിലൂടെ മഞ്ഞിറങ്ങി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ദേവു റീൽ എടുത്തോണ്ടിരിക്കുകയായിരുന്നു, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. 4 എഡിറ്റർമാരുണ്ട്, പക്ഷേ ദേവുവിനാണ് മുൻഗണന. ഗൈസ്, ഞങ്ങള് ഇവിടെ പാർക്കിൽ വന്നിരിക്കുകയാണ്. അയ്യോ അയ്യോ ഗൈസ്, എനിക്ക് തല ഇറങ്ങും. ഫ്രണ്ട്സ്, അപ്പൊ ഫുഡ് വന്നിട്ടുണ്ട്. കേക്കോന്നറിയില്ല, ബ്രോസ്റ്റ് ആണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കഴിച്ചു കഴിഞ്ഞു. ഡ്രൈവർ ഫ്രണ്ട്സ്, അർജുമാമന്റെ വ്ളോഗിൽ നല്ലൊരു പ്രാങ്ക് വീഡിയോ വരുന്നതാണ്. അപ്പൊ എല്ലാരും മലബാറി മല്ലു ചാനൽ ചെക്ക് ചെയ്യാം. അത് ഇതിലാണ് പ്രേതം പോണ്ടത്. അതെ. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങള് പൂളിലൊക്കെ കുളിച്ച് തിരിച്ച് പിന്നെയും പൂളിൽ കുളിച്ച് വന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം ഞങ്ങൾ ചെന്നപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പൂള് ക്ലോസ് ചെയ്യാനായിട്ടോ, 10 മണിക്കാണ് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ വേഗം ഇറങ്ങി ഗൈസ്. അപ്പം എല്ലാവരും ഇതാ കിടക്കാൻ പോവാണ്. അപ്പം റിസോർട്ട് ഏതാ പറഞ്ഞില്ലല്ലോ, ക്ലൗഡ് സെന്റ് അല്ലേ? ക്ലൗഡ് സെന്റ് എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിലുള്ള റിസോർട്ടാണിത്. അപ്പം അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്ക് ഇതേമാതിരി നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ലൊരു റൂമുള്ള ഒരു റിസോർട്ട് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം മറക്കരുത്. അപ്പം ഇനി ഇപ്പോൾ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും ബൈ ബൈ.